Hello everyone, hope all of you are doing well. Today in this session I would like to begin with one of the most important grammatical aspects, that is tense. Grammatically വളരെ important ആയിട്ടുള്ള tense ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. I hope all of you know what tense is. Tense എല്ലാവർക്കും അറിയാം, എങ്കിലും you will be having certain confusions ഉണ്ടാവും. And anyway, let's discuss it in detail. And first of all, you should know the different forms of verb. Verbinde മൂന്ന് forms അറിയണം, since verb is very important as far as we are dealing with tense. Verbinde മൂന്ന് form, അതായത് V1, V2, V3, present, past and past participle. For example, eat, ate, eaten, drink, drank, drunk. ഇതുപോലുള്ള റെഗുലർ ഇറഗുലർ വേർബ്സ് ഒക്കെ ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് ഷോർട്ട് കട്ടൊന്നുമില്ല, അത് നിങ്ങൾ മനഃപ്പാഠമാക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദി വേർബ്. ആൻഡ് സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ടെൻസ്. ഓക്കെ, സോ വാട്ട് ഈസ് ടെൻസ്? ആക്ച്വലി ടെൻസ് is a word that is derived from the Latin word tempus. Actually Latin word ആയിട്ടുള്ള tempus എന്നുള്ള വേർഡിൽ നിന്നാണ് ടെൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ് മീൻസ് ടൈം ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ടെൻസ് ഷോസ് ദ ടൈം ഇൻ വിച്ച് ദ ആക്ഷൻ ഓഫ് ദി വേർബ് ടേക്സ് പ്ലേസ്. ഒരു വേർബിൻ്റെ ആക്ഷൻ നടക്കുന്ന ആ സമയമാണ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദർ ആർ 3 tenses in English. ഇംഗ്ലീഷിൽ 3 ടെൻസുകളാണുള്ളത്. ദാറ്റ് ഈസ് പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഈ 3 ടെൻസുകളാണുള്ളത്. ആൻഡ് ഓൾ ദീസ് ടെൻസസ് ആർ ഡിവൈഡഡ് ഇൻ ടു 4. ഈ ഒരു 3 ടെൻസും അതിൻ്റെ 4 ഫോമിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ആർ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, സോ പ്രസൻറ്റിന് ഈ 4 ഫോമുണ്ട്, പാസ്റ്റിനും ഈ 4 ഫോം, ഫ്യൂച്ചറിനും ഈ 4 ഫോം. ടോട്ടലി ദർ ആർ 12 ടെൻസ് ഫോംസ്. ഈ 3 into 4 there are 12 tense forms in English. And we know that present tense indicates something that is happening now. ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രസൻറ്റ് ടെൻസ് സൂചിപ്പിക്കുന്നത്. ആൻഡ് പാസ്റ്റ് ഇൻഡിക്കേറ്റ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ബിഫോർ. മുമ്പ് പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള ആക്ഷൻസ് ആണ് പാസ്റ്റിൽ പറയുന്നത്. ആൻഡ് ഫ്യൂച്ചർ ഇൻഡിക്കേറ്റ് സംതിങ് ദാറ്റ് മേ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ ഓർ ടുമോറോ. നാളെ അല്ലെങ്കിൽ ഭാവിയിലോ സംഭവിക്കാൻ പോകുന്നതാണ് ഫ്യൂച്ചർ ടെൻസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സോ ദീസ് ആർ ദി 3 tense and its 4 forms, and we are going to discuss each tense in detail. So the first tense form that we are going to discuss is simple present. Present tense ന്റെ ഫസ്റ്റ് ഫോമാണ് സിമ്പിൾ പ്രസൻറ്റ്. ആൻഡ് ആക്ച്വലി സിമ്പിൾ പ്രസൻറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ ഓൾവേസ് ട്രൂ. എപ്പോഴും ശരിയായിട്ടുള്ള യൂണിവേഴ്സൽ ഫാക്റ്റ് പോലെയുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ലൈക്ക് എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിൽ ഭൂമി സൂര്യൻ ചുറ്റും കറങ്ങുന്നു, അതൊരു ഫാക്റ്റാണ്, അതൊരു ട്രൂത്താണ്, അത് മാറ്റല്ല. അപ്പോൾ യൂണിവേഴ്സൽ ട്രൂത്തൊക്കെ ഈ ഒരു ടെൻസിലാണ് പറയാം. ഓക്കെ, റിവോൾവ്സ്, അവിടെ റിവോൾവ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, അതുപോലെ ഹാബിച്വൽ ആക്ഷൻ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹാബിച്വൽ ആക്ഷൻ. നമ്മൾ റെഗുലറായിട്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ആക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock എന്ന് പറയുന്ന ആ സമയത്ത് എല്ലാ ദിവസവും അതുപോലെ എണീക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ദാറ്റ്സ് എ റെഗുലർ ആക്ഷൻ, ഹാബിച്വൽ ആക്ഷൻ ആണ്. അല്ലെങ്കിൽ ഐ ഗോ ടു സ്കൂൾ അറ്റ് 9:30 എന്ന് പറയുന്ന സമയത്ത് അവിടെയൊക്കെ എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. ഗോ അല്ലെങ്കിൽ വേക്ക് അപ്പ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സർട്ടൻ കോണ്ടെക്സ്റ്റിൽ ഇറ്റ് ക്യാൻ ഇൻഡിക്കേറ്റ് ഫ്യൂച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. ദ പ്രൈം മിനിസ്റ്റർ ലീവ്സ് ഡൽഹി ടുമോറോ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ആൻഡ് ജനറലി ഇൻ കമൻട്രീസ്, റണ്ണിങ് കമൻട്രീസിൽ, ഫുട്ബോൾ, ക്രിക്കറ്റ് കമൻട്രീസോ അതുപോലുള്ള കമൻട്രീസിലൊക്കെ സിമ്പിൾ പ്രസൻ്റ് ആണ്. ന്യൂസ് ഹെഡ്ലൈൻസിലൊക്കെ സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ്. ആൻഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദി സ്ട്രക്ചർ ഓഫ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. So now let's look at the structure of simple present tense, that is subject plus V1. സബ്ജക്റ്റും അതിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് സിമ്പിൾ പ്രസൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സബ്ജക്റ്റും
വെർബിൻ്റെ ഫസ്റ്റ് ഫോം, അതായത് റൈറ്റ് എന്നാണെങ്കിൽ റൈറ്റ് എന്നുള്ള ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ and I am giving you positive, negative and yes or no and WH questions in this tense. So first sentence, look at the positive sentence. Example, I write a letter. And there are two examples. He writes a letter. അവിടെ മാറ്റം വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. Look at the underlined word, that is the main verb. റൈറ്റ് ആൻഡ് റൈറ്റ്സ്. ഹി ആയപ്പോൾ റൈറ്റ്സ് ആയി, ഐ ആയപ്പോൾ റൈറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ റൂൾ ദാറ്റ് ഷുഡ് ബി ഫോളോഡ്. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ഐ യു ദേ വി, ഇവിടെ കാണിച്ച പോലെ ഐ യു ദേ വി ആണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ബേസ് ഫോം ഓഫ് ദി വേർബ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് റൈറ്റ്. ദെൻ ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ഹി ഷീ ഇറ്റ്, സബ്ജക്റ്റ് ഹിയോ ഷിയോ ഇറ്റോ അല്ലെങ്കിൽ എനി അതർ പർട്ടിക്കുലർ നെയിം, ഏതെങ്കിലും ഒരാളുടെ നെയിം ആണെങ്കിൽ എസ് ഫോം ഓഫ് ദി വേർബ് ഈസ് യൂസ്ഡ്. അതാണ് റൈറ്റിൻ്റെ ബേസ് ഫോം ഇവിടെ എസ് ഫോമായിട്ട് മാറിയത്. ഓക്കെ, ദാറ്റ്സ് എ റൂൾ ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ആൻഡ് ആക്ച്വലി റൈറ്റ് എന്ന് പറയുന്നത് ഡു പ്ലസ് റൈറ്റ് ആണ് റൈറ്റ് എന്ന് വരുന്നത്. ഓക്കെ, അതുപോലെ ഡസ് പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഐ യു ദേ വി ആകുമ്പോൾ ഡു ആണ് വരുന്നത് ഓക്സിലറി. ദെൻ ഹി ഷീ ഇറ്റ് വരുന്ന സമയത്ത് ഡസ് വരും. ഓക്കെ, അപ്പോൾ ഡസ് പ്ലസ് റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ്സ്. സോ ഹി ഷീ ഇറ്റ് ആകുമ്പോൾ റൈറ്റ്സും ഐ യു ദേ വി ആകുന്ന സമയത്ത് റൈറ്റും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓർ ഇനി പ്ലൂരൽ ആകുമ്പോഴൊക്കെ റൈറ്റ് ആണ്. ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്, യു സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആണ്, ദേ വി ഒക്കെ തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയിട്ടാണ് പറയുക. അതേപോലെ ഹി ഷീ ഇറ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആൻഡ് എനി പർട്ടിക്കുലർ നെയിം. ഓക്കെ, ഈ സമയത്ത് വി യൂസ് എസ് ഫോം. സിൻസ് ദ സബ്ജക്റ്റ് ഈസ് ഐ യു ദേ വി ഓർ എനി പ്ലൂറൽ വി യൂസ് റൈറ്റ്. ഓക്കെ, ബേസ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദി നെഗറ്റീവ് സെൻറ്റൻസ്. ഐ ഡോണ്ട് റൈറ്റ് എ ലെറ്റർ. അതായത് റൈറ്റ് നേരത്തെ പറഞ്ഞു, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ വി ക്യാൻ മേക്ക് ഇൻ ടു നെഗറ്റീവ്. സോ ഡു റൈറ്റ് എന്നുള്ളത് അതിൻ്റെ കൂടെ ഡു പ്ലസ് നോട്ട് ഡോണ്ട് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഡു നോട്ട് എന്ന് പറയും, അത് ഡോണ്ട് എന്നാക്കിയിട്ടാണ് ചുരുക്കി എഴുതുന്നത്. ഓക്കെ, അതുപോലെ ഹി ഡസിൻ റൈറ്റ്, ഹി ആയതുകൊണ്ട് ഡസ് വരും, പിന്നെ അതിൻ്റെ കൂടെ നോട്ട്. ഡസ് നോട്ട് എന്നുള്ളത് എന്താകും, ഡസിൻറ്റ് എന്നായിട്ട് മാറും. ഓക്കെ, സോ ഹി ഡസിൻ റൈറ്റ് എ ലെറ്റർ. ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് നെഗറ്റീവ്. അതായത് ജസ്റ്റ് ആഡ് എ നോട്ട് അലോങ് വിത്ത് ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ എന്താണ്, വി ക്യാൻ മേക്ക് ഇൻ ടു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആക്കും. ഞാൻ എഴുതുന്നില്ല അല്ലെങ്കിൽ അവൻ എഴുതുന്നില്ല എന്ന് പറയുന്നത് രീതിയിലേക്ക് മാറ്റാം. ഓക്കെ, ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ദീസ് ആർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ്. ഡോണ്ട് റിമെമ്പർ ദ റൂൾ. അതായത് സബ്ജക്റ്റ് അനുസരിച്ച് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് അവിടെ വരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള വേർബിലെ മാറ്റം മനസ്സിലാക്കുക. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ഐ യു ദേ വി ഓർ എനി പ്ലൂരൽ, use base form of the verb. And if the subject is he she it or any particular name, singular name ആണെങ്കിൽ അതിൻ്റെ കൂടെ വേർബിൻ്റെ എസ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ആൻഡ് റൈറ്റ്സ്. ഓക്കെ, ദിസ് ഈസ് ദ റൂൾ ദാറ്റ് ഈസ് ഫോളോഡ് ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ആൻഡ് ആക്ച്വലി ഹൗ വി കൺസ്ട്രക്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ the answer for this question is either yes or no. yes or no ആയിരിക്കും ആൻസർ വരുന്നത്. സോ yes or no ക്വസ്റ്റ്യനിൽ ആദ്യം വരുന്നത് ഓക്സിലറി ആണ്, ദെൻ സബ്ജക്റ്റ്, ദെൻ വേർബ്. ആ ഒരു സ്ട്രക്ചറാണ് ഇതിൽ വരുന്നത്. സോ ഓക്സിലറി ഇവിടെ എന്താണ്, യു ആയതുകൊണ്ട് സബ്ജക്റ്റ് യു ആയതുകൊണ്ട് ഇവിടെ ഡു ആണ് ഓക്സിലറി വരുന്നത്. സോ ഡു യു റൈറ്റ് എ ലെറ്റർ and base form of the verb is used. Do you write a letter? അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, യെസ് ഐ റൈറ്റ് എ ലെറ്റർ നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ആവും, നോ ഐ ഡോണ്ട് റൈറ്റ് എ ലെറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുപോലെ ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ഹി ആകുന്ന സമയത്ത്
എന്താണ് ഡസ് ആണ്. ഡസ് പ്ലസ് റൈറ്റ് എന്ന് പറഞ്ഞു, റൈറ്റ്സ്. ഓക്കെ, സോ ഡസ് ആദ്യം വരും. ഡസ് ഹി റൈറ്റ് എ ലെറ്റർ? അപ്പോൾ എന്താണ് ആൻസർ? യെസ്, ഹി റൈറ്റ്സ് എ ലെറ്റർ. അല്ലെങ്കിൽ നോ, ഹി ഡസിൻറ്റ് റൈറ്റ് എ ലെറ്റർ. അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. റിമെമ്പർ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് വരുന്നത് ഓക്സിലറി ആണ്, ദെൻ സബ്ജക്റ്റ്, ദെൻ വേർബ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു WH ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് WH ക്വസ്റ്റ്യൻ വേർഡ്സ് അതിൽ വരും. അതായത് വാട്ട്, വേർ, ഹൗ, വെൻ എന്നൊക്കെ അതിൽ വരും. ഓക്കെ, സോ അപ്പോൾ ആദ്യം ആ ക്വസ്റ്റ്യൻ വേർഡാണ് WH ക്വസ്റ്റ്യനിൽ വരിക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിലറി, ദെൻ സബ്ജക്റ്റ്, ദെൻ വേർബ്. ഓക്കെ, സോ ഇവിടെ ഡു യു റൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താണ്? വാട്ട് ഡു യു റൈറ്റ്? എന്താണ് വാട്ട് ഡു യു റൈറ്റ്? അപ്പോൾ സബ്ജക്റ്റ് യു ആയതുകൊണ്ട് ഇവിടെ എന്താണ്? ഡു തന്നെയാണ്. വാട്ട് ഡു യു റൈറ്റ്? അപ്പോൾ എന്താണ് ആൻസർ? ഐ റൈറ്റ് എ ലെറ്റർ. ഓക്കെ, ആൻസർ വിൽ ബി ഐ റൈറ്റ് എ ലെറ്റർ. ദെൻ അതേപോലെ വാട്ട് ഡസ് ഹി റൈറ്റ്? സിൻസ് ദ സബ്ജക്റ്റ് ഈസ് ഹി, സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് ഇവിടെ ഓക്സിലറി ഡസ് ആണ്. അപ്പോൾ വാട്ട് ഡസ് ഹി റൈറ്റ്? അപ്പോൾ എന്താണ് ആൻസർ? വിൽ ബി ഹി റൈറ്റ്സ് എ ലെറ്റർ. ഓക്കെ, അപ്പോൾ ആൻസർ അങ്ങനെ വരും. അപ്പോൾ ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് യെസ് ഓർ നോ ആൻഡ് WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, ദെൻ ഓക്സിലറി, ദെൻ സബ്ജക്റ്റ് ആൻഡ് ദെൻ വേർബ്. ഓക്കെ, ഇത് വാട്ട് മാത്രമല്ല, വി ക്യാൻ യൂസ് എനി അതർ വേർഡ്. ഡസ് ഹി റൈറ്റ്? എവിടുന്നാണ് എഴുതിയതെന്ന് ചോദിക്കാം. ഓക്കെ, വേർ ഡു യു കം ഫ്രം എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് യെസ് ഓർ നോ ആൻഡ് WH ക്വസ്റ്റ്യൻസ് ഫോർ simple present tense. Okay, so we discussed positive, negative, yes or no question and WH questions of simple present, and I hope you understand ee കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So the next tense form is present continuous. Present tense ലെ രണ്ടാമത്തേതാണ് present continuous, and it is also called progressive. Continuous, progressive എന്നും അറിയപ്പെടുന്നുണ്ട്. So actually present continuous denotes an action that is going on at the time of speaking. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ, ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ആക്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുന്നത്. ആൻഡ് റിമെമ്പർ, കണ്ടിന്യൂസ് ടെൻസ് ഓൾവേസ് ഹാസ് ING ഫോം ഓഫ് ദി വേർബ്. വേർബിൻ്റെ ING ഫോമാണ് വരുന്നത്. ഓക്കെ, വേർബ് പ്ലസ് ING. സോ ഈ ഒരു ING എപ്പോഴും കണ്ടിന്യൂസിൽ ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. So present continuous used to denote an action that is going on at the time of speaking. For example, ഞാനിപ്പോൾ പറയാണ് I am teaching now. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ജനറലി ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടെമ്പററി സിറ്റുവേഷൻ അല്ലെങ്കിൽ ചേഞ്ചിങ് സിറ്റുവേഷൻസ് ഒക്കെ പറയാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫ്യൂച്ചർ ഇൻഡിക്കേഷൻസിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. സംടൈംസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ. Just like I am dealing with 4 papers this semester എന്ന് പറയാം. I am dealing with 4 papers this semester. 4 പേപ്പർ ഈ സെമിസ്റ്ററിൽ എടുക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ് അത്? അവിടെ ഒരു കണ്ടിന്യൂസ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഇൻഡിക്കേഷൻ ഒരു ഫ്യൂച്ചർ ഇൻഡിക്കേഷനാണ്, ഭാവിയിലാണ്, അല്ല ആ ഒരു ഇൻഡിക്കേഷനാണ് അതിൽ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് പ്രസൻറ്റ് പ്രോഗ്രസീവ് ഓർ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഈസ് യൂസ്ഡ്. ജനറലി it refers an action that is going on at the time of speaking. ആ സമയത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. that is why it is called continuous tense. okay, so now let's look at the structure. ഇവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ am, is or are ആണ് വരുന്നത്. ഓക്കെ, ദെൻ നേരത്തെ പറഞ്ഞ V പ്ലസ് ING, അതായത് വേർബിൻ്റെ ING ഫോമും ഇതിൻ്റെ കൂടെ വരും. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. I am writing a letter. അവിടെ സബ്ജക്റ്റായി, പിന്നെ ഓക്സിലറി ആണ്, ഇവിടെ പറഞ്ഞ am ആണ് ഇവിടെ വരുന്നത്. സിൻസ് എന്താണ് ഐൻ്റെ കൂടെ am ആണ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, I am, he she it ആവുമ്പോൾ ഈസ്, യു ദേ അല്ലെങ്കിൽ വി ആവുമ്പോൾ ആറ്, അല്ലെങ്കിൽ ഇനി പ്ലൂരലൊക്കെ ആകുമ്പോൾ ആറ് വരുന്നു. ഹി ഷീ ഇറ്റ് ഓർ എനി അത് സിംഗുലർ നെയിം, ഒരാളെ പേരാണെങ്കിൽ ഈസ് വരും. അതിൻ്റെ കൂടെ എപ്പോഴും ആമേ വരുള്ളൂ. ഓക്കെ, സോ ഇവിടെ നോക്കുക, I am writing a letter.
he is writing a letter. ഈസ് കഴിഞ്ഞിട്ട് എന്താണ് വേർബ് പ്ലസ് ഐ എൻ ജി ആണ് ഇപ്പോഴും വരിക, വേർബിൻ്റെ ING ഫോമാണ് വരിക. ഓക്കെ, സോ റൈറ്റ് ആയതുകൊണ്ട് റൈറ്റിംഗ്, ഡ്രിങ്ക് ആയതുകൊണ്ട് ഡ്രിങ്കിങ്, ഡ്രൈവ് ആണെങ്കിൽ ഡ്രൈവിങ്. ഓക്കെ, സോ ഐ ആം റൈറ്റിംഗ്, ഹീ ഈസ് റൈറ്റിംഗ്, they are writing, you are writing, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. റിമെമ്പർ ദി സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക. So let's look at the negative statement. Here, I am not writing a letter, he is not writing a letter. Okay, ഓൾറെഡി പറഞ്ഞു എന്താണ് ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ നെഗറ്റീവ് ആവും. സോ ഐ ആം നോട്ട് എന്നുള്ളത് എന്താണ്, ഐ ആം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ, അപ്പോൾ ആമിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്തു. ഹീ ഈസ് നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ, ഹീ ഈസിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്തു. ബാക്കിയൊക്കെ അതേപോലെ തന്നെ മാറാതെ നിൽക്കും. ഓക്കെ, സോ ഐ ആം നോട്ട് റൈറ്റിംഗ്, ഹീ ഈസ് നോട്ട് റൈറ്റിംഗ്, ഷീ ഈസ് നോട്ട് റൈറ്റിംഗ്, ദേ ആർ നോട്ട് റൈറ്റിംഗ്. ഓക്കെ, അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈസ് നോട്ട് എന്നുള്ളത് ഈസിൻറ്റ് എന്ന് കോൺട്രാക്ട് ചെയ്തിട്ട് പറയാറുണ്ട്, പക്ഷേ ആം നോട്ട് എന്നുള്ളത് ആമിൻ്റെ എന്ന് പറയാറില്ല. ഓക്കെ, ദാറ്റ് ഈസ് എ റോങ് യൂസേജ്. സെർട്ടൺ അത് സ്കോട്ടിഷ് യൂസേജ് ഒക്കെ ഉണ്ടെങ്കിലും ഇംഗ്ലീഷിൽ അങ്ങനെ പറയാറില്ല. ഐ ആം നോട്ട് എന്ന് തന്നെയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നോട്ട് ആഡ് ചെയ്യുക വിത്ത് ഓക്സിലറി. ഓക്കെ, പിന്നെ ഐൻ്റെ കൂടെ ആം, ഹീ, ഷീ, ഇറ്റ്, ഈസ്, യു, ദേ, വി ആറാണ്. അതുപോലെ പ്ലൂരൽ ആകുമ്പോൾ 6, സിംഗുലർ ആകുമ്പോൾ ഈസ്, അത് മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. And it is already said that in yes or no question the auxiliary will come first. Okay, അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞ പോലെ സെൻറ്റൻസ് നോക്കുക. അത് ആർ റൈറ്റിംഗ് ആണ് അതിൽ മെയിനായിട്ട് വരുന്ന വേർബ്. അതുപോലെ ഹി ആവുമ്പോൾ ഈസ് റൈറ്റിംഗ് ആണ്. അപ്പോൾ അതിൽ എന്താണ് ഓക്സിലറി വിൽ കം ഫസ്റ്റ്. അപ്പോൾ ഇവിടെ യു ആയതുകൊണ്ട് ആർ ആദ്യം വരുന്നു. ആർ യു റൈറ്റിംഗ് എ ലെറ്റർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതേപോലെ ഹി ആവുമ്പോൾ ഈസ് ഹി റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ എന്താണ് ആൻസർ എന്തായിരിക്കും? യെസ്, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, അല്ലെങ്കിൽ നോ, ഐ ആം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ ഇവിടെ രണ്ടാമത്തേതിലാണെങ്കിൽ എന്താണ് ഈസ് ഹി റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ ആൻസർ വിൽ ബി എന്തായിരിക്കും? യെസ്, ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അല്ലെങ്കിൽ എന്താണ് നോ, ഹി ഈസിൻറ്റ് റൈറ്റിംഗ് എ ലെറ്റർ, അല്ലെങ്കിൽ ഹി ഈസ് നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ, ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്സിലറി ആദ്യം വരും, ദെൻ സബ്ജക്റ്റ്, ആൻഡ് ദെൻ എന്താണ് വേർബ് ആയതുകൊണ്ട് ING തന്നെയാണ് അവിടെ റിമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ടുവാർഡ്സ് ദി എൻഡ് there should be question mark. Then what about WH question? WH ആകുമ്പോൾ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യൻ വേർഡ് വരും, വാട്ട്, വൈ, ഹൗ, വെൻ, അതൊക്കെ വരും. അതിലേതെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ അതാദ്യം വരും. ദെൻ ഓക്സിലറി നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റ് ആൻഡ് വേർബ് ആണ് വരുന്നത്. സോ വാട്ട് ആർ യു റൈറ്റിംഗ്? ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ദെൻ വാട്ട് ഈസ് ഹി റൈറ്റിംഗ്? ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. സോ എന്താണ് വാട്ട് ക്വസ്റ്റ്യൻ വേർഡ്, ഈസ് എന്താണ് ഓക്സിലറി, ഹി എന്താണ് സബ്ജക്റ്റ് ആണ്, ദെൻ റൈറ്റിംഗ് എന്നുള്ളത് എന്താണ് വേർബാണ്. അപ്പോൾ ടുവാർഡ്സ് ദി എൻഡ് ദർ ഈസ് ക്വസ്റ്റ്യൻ മാർക്ക്. വാട്ട് ആർ യു റൈറ്റിംഗ്? വാട്ട് ഈസ് ഹി റൈറ്റിംഗ്? വാട്ട് ഈസ് ഷീ റൈറ്റിംഗ്? ഓക്കെ, വാട്ട് ആർ ദേ റൈറ്റിംഗ്? ഓക്കെ, ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് ദർ കംസ് ചേഞ്ച് ഇൻ ഓക്സിലറി. പിന്നെ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താണ് യെസ് ഓർ നോ ആകുമ്പം എന്താണ് ഓക്സിലറി ആദ്യം വരും. പിന്നെ WH ആകുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, അത് കഴിഞ്ഞിട്ടാണ് ഓക്സിലറി വരുന്നത്. ഓക്കെ, ആൻഡ് റിമെമ്പർ ദി ചേഞ്ചസ് മനസ്സിലാക്കി വെക്കുക. സോ ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആൻഡ് WH ക്വസ്റ്റ്യൻസ് ഇൻ present continuous or present progressive tense. So another important aspect related to progressive tense or continuous tense is use of stative verbs. Okay, actually what is stative verbs? Stative verbs are verbs that do not use in progressive tense. Progressive tense യൂസ് ചെയ്യാത്ത വേർബ്സിനാണ് സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയും. അതിന് കാരണം എന്താ വെച്ചാൽ എന്താണ്, ദേ ഡിനോട്ട് സർട്ടൺ കണ്ടീഷൻ ഓർ സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേറ്റോ കണ്ടീഷനോ ആണ് ആ സമയത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് ടെൻസ്. ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദീസ് ടു എക്സാമ്പിൾ. ആദ്യത്തെ രണ്ട് എക്സാമ്പിൾ നോക്കാം. ദിസ് കോഫി ടേസ്റ്റ്സ് ഡിലീഷ്യസ് ആൻഡ് ദിസ് കോഫി ഈസ് ടേസ്റ്റിംഗ് ഡിലീഷ്യസ്. ഇവിടെ രണ്ട് എക്സാമ്പിൾ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റോങ്. ഇവിടെ കണ്ടിന്യൂസിലാണ് സെക്കൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് റോങ് ആണ്. ആൻഡ് ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ളത്.
എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. ദിസ് കോഫി ടേസ്റ്റ് ഡിലീഷ്യസ്, അതിന് മനസ്സിലാവും കോഫി എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ദിസ് കോഫി ഈസ് ടേസ്റ്റിംഗ് ഡിലീഷ്യസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്താണ് വരുന്നത്, ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതായിട്ടാണ് വരുന്നത്. അതായത് കോഫി എന്താണ്, കോഫി അവിടെ ഒരു സബ്ജക്റ്റ് എന്താണ്, ഈ കോഫി ആ ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി അങ്ങനെയല്ല, ആ കോഫിയുടെ ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദിസ് കോഫി ടേസ്റ്റ് ഡെലീഷ്യസ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റീവ് കോണ്ടെക്സ്റ്റിൽ എന്താണ്, ദാറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് സിമ്പിൾ പ്രസൻറ്റിലാണ്. ആസ് ഇൻ ദിസ് കോഫി ടേസ്റ്റ് ഡെലീഷ്യസ് അങ്ങനെയാണ് വരിക. ഓക്കെ, look at the examples, and there are a lot of stative verbs, and the thoughts, emotion, sense, possession ഒക്കെ വരുന്നതുണ്ട്. അത് believe, think, agree, disagree, then love, hate, like, dislike, അതുപോലെ sense, see, hear, smell, taste, അതുപോലെ പൊസഷൻ കാണിക്കുന്ന have, own, possesses, contain ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ സ്റ്റേറ്റീവ് വേർബ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ആൻഡ് ദിസ് ഡു നോട്ട്, അതായത് എന്താണ് സ്റ്റേറ്റീവ് കോണ്ടെക്സ്റ്റിൽ അതെന്ത് ചെയ്യില്ല, കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഷീ ലുക്സ് ഗുഡ് അല്ലെങ്കിൽ ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഷീ ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്ന് പറയാറില്ല. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റീവ് കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്ത്, സ്റ്റേറ്റീവ് മീനിങ് വരുന്ന സമയത്ത് ദാറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഇൻ പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ആൻഡ് ദാറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ യൂസ്ഡ് ഇൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആൻഡ് നൗ ലുക്ക് അറ്റ് ദി തേർഡ് എക്സാമ്പിൾ. ഇവിടെ നോക്ക്, ആൻഡ് ലുക്ക് ദ ഷെഫ് ഈസ് ടേസ്റ്റിംഗ് ദ സൂപ്പ്. ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ്, ഈസ് ടേസ്റ്റിംഗ് റൈറ്റ് ആണ്. കാരണം ഇവിടെ ഷെഫാണ് എന്ത് ചെയ്യുന്നത്, ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ ഷെഫ് ഈസ് ടേസ്റ്റിംഗ് ദ സൂപ്പ്. ആ സമയത്ത് എന്താണ്, ദിസ് ഷെഫ് ഈസ് ഡൂയിങ് ദ ആക്ഷൻ. ആ സമയത്ത് ആക്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ പറയുന്ന സമയത്ത് ഈ ഷെഫ് എന്ത് ചെയ്യാണ്, ആ ഉണ്ടാക്കിയ ഡിഷ് എന്ത് ചെയ്യാണ്, ആ സൂപ്പ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ്, ഇറ്റ് ഈസ് റൈറ്റ്. അപ്പോൾ ദർ ആർ സർട്ടൻ verbs that is used both as stative verbs and progressive verbs, രണ്ടും യൂസ് ചെയ്യുന്നതുണ്ട്. പക്ഷേ ഡിഫറൻസ് എന്താ മനസ്സിലാക്കുക, ഈ ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റേറ്റീവ് മീനിങ് വരുന്ന സമയത്ത് പ്രോഗ്രസീവ് ടെൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ പറഞ്ഞ പോലെ ഒരാൾ അത് കണ്ടിന്യൂസ് ആക്ഷനിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ഇൻ പ്രോഗ്രസീവ് ടെൻസ്. അപ്പോൾ സ്റ്റേറ്റീവ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ഈ ടേസ്റ്റ് പോലുള്ള വേർബ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷേ റിമെമ്പർ വൺ തിങ്, സ്റ്റേറ്റീവ് മീനിങ് ഉള്ള സമയത്ത് അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇൻസ്റ്റെഡ് വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആസ് ഇൻ ടേറ്റ്സ്. ഓക്കെ, ആൻഡ് ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സ്റ്റേറ്റീവ് വേർബ്സ്, ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ്. So that's all about today's session, and we discussed two tense forms of present, that is simple present and present continuous. Examples ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. You can write more and more examples for each tenses, and for the time being let's wind it up, and we can meet in the next session with the next tense form. And thank you very much for listening to me. Thank you.